കലാകാരനും സാഹിത്യകാരനും കവിയും എഴുത്തുകാരനും സർവോപരി നാടകനടനുമായ എഴുകോൺ മണിക്ക് പൊന്നാട അണിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അഭിമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. എഴുകോൺ മണി പിന്നെ പ്രിയമുള്ള നാട്ടുകാരെ, എന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കാര്യമുണ്ട്. ഈ സാറിന് നോട്ടീസ് സാറിന്റെ പടവും പേരും വെച്ചിട്ട് ഞങ്ങൾ തിരിക്കാൻ വേണ്ടി ഊളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സാറിനെ പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. എന്ന് ഞാൻ പരിചയപ്പെടുത്താം. സുപ്രസിദ്ധ കവിയും നാടകനടനുമായ എഴുകോൺ മണി എന്നാണ് എന്റെ പേര്. തിരക്കുള്ള ഒരു കലാകാരനാണ്. സാറെന്ത് പരിപാടി സാറിന് ഞാൻ നോട്ടീസിൽ പേര് വെച്ചില്ലേ? എനിക്ക് ടെൻഷൻ കേട്ട് പോയ സാറിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കാൻ നോക്കിയിട്ട് സാർ എവിടെയായിരുന്നു? ഇതിന് തിരക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച മൊത്തം കോഴിക്കോട് ഒരു ഒരുപാട് പോസ്റ്റ് കണ്ടിട്ടുണ്ട്. സാറ് നമ്മുടെ ഈ സമൂഹ വിവാഹത്തെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരു ഇല വെച്ചിട്ട് അറ്റത്തിന് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചരി, കിച്ചരി, കൂട്ടേറി എന്നിട്ട് 4 കയ്യിൽ ചോറ് വിട്ട് പരി. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴി നമുക്ക് പാമ്പിനെ കാണുന്നു, അതിനെ ചവിട്ടോട്ട് കെട്ടി കൊത്തുന്നു, നമ്മൾ മരിക്കുന്നു. ഇതാണ് അറേഞ്ച് മാരേജ്. അപ്പോൾ ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന്റെ പൊത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി മകുടി വെച്ച് ഊരി പാമ്പിനെ വെളിയിറക്കി ഇതിന്റെ പൊത്ത് കൊണ്ട് ചാവുന്നതിനെയാണ് ലവ് മാരേജ് എന്ന് പറയുന്നത്. സൂര്യ ആൾക്കാരിരിക്കുന്ന ഈ വേദി വന്ന് ഈ പിച്ചിലാട്ടം കാണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ സുഹൃത്തെ? നിനക്ക് ഈ കോപ്രായം കാണിക്കാൻ നാണമില്ലേ? അത് ഞങ്ങൾ കണ്ണൂരിയന്മാർ ഒരു പാട്ട് കേട്ടൊരു ഡാൻസ് കളിക്കുമ്പോൾ അത് പിച്ചലാട്ടം, കോപ്രായം, മെനകൃതി. ഇത് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ ചെയ്തപ്പം സൂപ്പർ ഹിറ്റ് ഫൈനൽ. എന്റെ സുഹൃത്തെ, ഇത് ചാക്കോ ബോബന് എവിടെ കിട്ടി? അങ്ങനെയാണ് അങ്ങനെ പരക്കെ പറയാൻ ഇയാൾ നിൽക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹം നമ്മുടെ ഗസ്റ്റാണ്. ഗസ്റ്റ് ആണെങ്കിൽ ഒരു ഗസ്റ്റ് ഇയാളെ പരിചയമുണ്ടോ അറിയോ എന്നുള്ള നമ്മുടെ വിഷയം. ഒരു മഞ്ഞ് വ്യക്തി വേദിയിലേക്ക് കൊണ്ടുവരുമ്പോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കണ്ടേ? എന്താ കുഴപ്പം? ഞാൻ ഒരാളല്ലേ